A:B എന്ന് പറയുന്നത് 2:3 ആണ്. B:C എന്ന് പറയുന്നത് 5:4 ആണ്. C:D എന്ന് പറയുന്നത് 3:7 ആണ്. എങ്കിൽ A:B:C:D എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതങ്ങ് എഴുതി വെക്കുക. A:B:C:D ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതെഴുതി. എന്നിട്ട് അതിന് ശേഷം ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്നത് ഓരോ അംശബന്ധത്തിൻ്റെ താഴെയായിട്ട് എഴുതുക. A:B തന്നിട്ടുണ്ട് 2:3 ആണ്. അപ്പോൾ A:Bക്ക് നേരെ താഴെ 2:3 എന്ന് എഴുതുക. ഓക്കെ, കണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് B:C 5:4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം അടുത്ത വരിയിലായിട്ട് B:Cയുടെ താഴെയായിട്ട് എഴുതുക 5:4. കണ്ടോ? അടുത്തതായിട്ട് തന്നിട്ടുണ്ട് C:D എന്ന് പറയുന്നത് 3:7 ആണ്. അപ്പോൾ C:Dയുടെ അടുത്ത വരിയിലായി C:Dയുടെ നേരെ താഴെയായിട്ട് 3:7 എന്ന് എഴുതുക. കണ്ടോ? എന്നിട്ട് ആദ്യത്തെ വരി നോക്കിയേ, A:B തന്നിട്ടുണ്ട്. ബാക്കി അവിടെ സിയും ഡിയും മിസ്സിങ് ആണ് അല്ലേ? അങ്ങനെ മിസ്സിങ് ഉള്ളിടത്ത് തൊട്ട് മുമ്പുള്ളത് ആരാണോ, അതെ ഇവിടെ 3 ആണ് തൊട്ട് മുമ്പുള്ളത് അല്ലേ? ആ 3യെ നമുക്ക് രണ്ടിടത്തും പ്ലേസ് ചെയ്ത് കൊടുക്കാം. 3. മനസ്സിലായോ? അടുത്തത് രണ്ടാമത്തെ വരി നോക്കി, ഇവിടെ എ മിസ്സിങ് ആണ്, B:C ഉണ്ട്, ഡി മിസ്സിങ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എയുടെ സ്ഥാനത്ത് ഇവിടെ ഫില്ല് ചെയ്യണം. എയുടെ സ്ഥാനത്ത് ഇതിന് തൊട്ട് ശേഷം ആരാണോ കിടക്കുന്നത്, തൊട്ടടുത്ത് കിടക്കുന്ന ആരാണോ അവരുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇവിടെ 5 ആണ് കിടക്കുന്നത്, ആ 5 തന്നെ ഇവിടെ ഇട്ട് കൊടുക്കുക. അതേപോലെ ഇവിടെ മിസ്സിങ് ഉണ്ട്, ഇവിടെ 4 ആണ് അടുത്ത് കിടക്കുന്നത്, ആ 4ൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇനി ലാസ്റ്റ് വരി നോക്കിയേ, ഇവിടെ എയും മിസ്സിങ് ആണ്, ബി മിസ്സിങ് ആണ് അല്ലേ? നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന 3 ആണ്, ആ 3യുടെ വാല്യൂ തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ A:B:C:D എന്നുള്ളത് ഫില്ലാക്കുക. ഫില്ലാക്കിയതിന് ശേഷം ഇതെല്ലാം കൂടെ ഗുണിച്ച് താഴെ എഴുതുക. എക്ക് നേരെ താഴെ എല്ലാം കൂടെ 2, 5, 3 ഇത് മൂന്നും കൂടെ ഗുണിച്ചെഴുതുക. അടുത്ത ബിയുടെ വാല്യൂ എല്ലാം കൂടെ ഗുണിച്ചെഴുതുക. 3 × 5 × 3 അല്ലേ? 2 × 5 10, 10 × 3 30. ഇവിടുത്തെ വാല്യൂ 30 കിട്ടി, 45 എന്ന് കിട്ടി. ഈസ് അടുത്ത വാല്യൂ സിയുടെ വാല്യൂ എല്ലാം കൂടെ ഗുണിച്ചെഴുതുക. 3 × 4 × 3 അല്ലേ? 36 എന്ന് വാല്യൂ കിട്ടി, 36 എഴുതുക. അടുത്തത് 3 × 4 × 7 54 എന്ന് കിട്ടി. ഓക്കെ, നമ്മുടെ വാല്യൂ എത്രയാണ്? 30:45:36:84. ഇതാണ് നമ്മുടെ വാല്യൂ. ഓക്കെ, A:B:C:Dയുടെ വാല്യൂ ആണ് ഈ കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് എല്ലാത്തിനെയും നമുക്ക് കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡിവൈഡ് ചെയ്ത്